ഇങ്ങനെയുള്ളവർ അവരുടെ ഓരോ ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരോട് നടന്മാരിങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ സിനിമാ ഫീൽഡിൽ അവരെ നമുക്ക് വഴികാട്ടി തരേണ്ട ടീംസാണ് ഈ സിനിമ ഫീൽഡിലുള്ളവർ. അപ്പോൾ അവരും കൂടെ ഇപ്പോഴത്തെ തലമുറയിൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും. അങ്ങനെ മൂവി മൊത്തമായിട്ട് നിർത്തേണ്ടി വരും. അങ്ങനെ ചെറിയൊരു കാര്യം കണ്ട് ഇൻഫ്ലുവൻസ് ആയി എല്ലാവരും ഓരോ തെറ്റിങ്ങനെ പോവുകയാണെങ്കിൽ. നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് നടൻ ഷൈൻ ടോം ചാക്കോ പോലീസ് അറസ്റ്റിലായത്. താൻ മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്നതെന്നും സിനിമാ മേഖലയിലെ പല പ്രമുഖരും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് നടൻ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. ഈ ഒരു മൊഴിയോട് യോജിക്കുന്നുണ്ടോ എന്ന് നമുക്ക് യുവാക്കളോട് തന്നെ ചോദിക്കാം. മലയാള സിനിമാ മേഖലയിലെ നടന്മാരെല്ലാവരും ലഹരി ഉപയോഗിക്കുന്നവരാണ്. ഇല്ല, അങ്ങനെ തോന്നുന്നുണ്ടോ? ഷൈനി തന്നെ പറയുന്നുണ്ട്, എന്നെയും വേറൊരു നടനെയും എതിരെ ആരോപണങ്ങൾ വരുന്നുള്ളൂ. പക്ഷേ ഞാൻ മാത്രമല്ല, സിനിമയിലെ പല പ്രമുഖ നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. ആ ഒരു ഒപ്പീനിയനോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ ഈ ലഹരി ഉപയോഗിക്കുന്നവരെ സിനിമയിൽ അഭിനയിപ്പിക്കേണ്ടതുണ്ടോ? വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഒരുപാട് നടിമാർ അവർ മോശമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ സ്ത്രീകളുടെ സുരക്ഷ ഒരു ചോദ്യചിഹ്നമല്ലേ? അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരെ സിനിമയിൽ അഭിനയിക്കുന്നതിനോട് യോജിപ്പുണ്ടോ? ഇപ്പം അവരുണ്ടല്ലോ, അവരതിൻ്റെ തീരുമാനങ്ങൾ എടുക്കും. ഷൈൻ പറഞ്ഞ ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട്. സിനിമാ മേഖലയിൽ ഒരുപാട് പേര് ലഹരി ഉപയോഗിക്കുന്നുണ്ടായിരിക്കുമോ? ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ആരൊക്കെയായിരിക്കും? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവരെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നതിനോട് യോജിപ്പുണ്ടോ? ഇല്ല. സ്ത്രീ സുരക്ഷ അവിടെ ഒരു ചോദ്യചിഹ്നം ആവുന്നുണ്ടോ? ഈ ലഹരി ഉപയോഗിക്കുന്നവർ സിനിമയിൽ ഇനിയും തുടർന്ന് അഭിനയിപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പം വിൻസി അങ്ങനെ ഒരു പരാതിയാണല്ലോ കൊടുത്തത്. താൻ ഡ്രസ്സ് മാറാൻ പോയിരുന്ന സമയത്ത് ഞാൻ വന്ന് ശരിയാക്കി തരട്ടെ എന്ന് ചോദിച്ചോക്കാം. അപ്പം ലഹരി ഉപയോഗിക്കുന്നവർ നമ്മൾ ഇനിയും സിനിമയിൽ അഭിനയിപ്പിച്ചാൽ അവിടെ ഒരു സ്ത്രീ സുരക്ഷ ഒരു ചോദ്യചിഹ്നം ആവുന്നില്ല. അങ്ങനെ ചോദിച്ചാൽ ലഹരി യൂസ് ചെയ്യുന്നതൊക്കെ അവരുടെ ഇതല്ലേ, അവരുടേതായ ഇഷ്ടങ്ങളല്ലേ, അത് ഇല്ലീഗലാണ്. പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇല്ലേ, നമ്മൾ ഈ സിനിമാ മേഖലയിലുള്ളവർ ഇങ്ങനെ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ സിനിമയിൽ അഭിനയിപ്പിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം? അങ്ങനെയുള്ളവർ ഓരോ പ്രൊഡ്യൂസർമാരുടെ അതുപോലെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അഭിനയിപ്പിക്കും, ഇല്ലെങ്കിൽ വിൻസി അലോഷ്യസ് ഒരു പരാതിയായിട്ട് വന്നല്ലോ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ. അപ്പം നമ്മളിങ്ങനെയുള്ള ലഹരി ഉപയോഗിച്ചിട്ട് അഭിനയിപ്പിച്ച് കഴിഞ്ഞാൽ അതൊരു സ്ത്രീ സുരക്ഷയ്ക്ക് ഒരു ചോദ്യചിഹ്നം ആകുന്നില്ലേ അവിടെ? അതൊക്കെ എനിക്കൊന്നും പറയാനില്ല. അത് അവർ പറഞ്ഞ കേസനുസരിച്ച് അവരെ എടുക്കുകയാണെങ്കിൽ പ്രൊഡ്യൂസർമാരെ അഭിനയിച്ചില്ലെങ്കിൽ അഭിനയിപ്പിക്കുമല്ലോ, അവരെ ഇഷ്ടമാണ്. എനിക്ക് അതിനെപ്പറ്റി വലിയ അഭിപ്രായമൊന്നുമില്ല. ഇപ്പോൾ ഷൈൻ പറയുന്നുണ്ടല്ലോ സിനിമയിലെ പല പ്രമുഖരും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന്. ആരൊക്കെയാണെന്ന് പറയാമോ? എനിക്കറിയത്തില്ല. ഗസ് ചെയ്തിട്ട് മേബി അവരായിരിക്കും. ഇപ്പോൾ ലഹരിയുടെ ആരെ അങ്ങനെ കണ്ടത് വെച്ച് പറയാൻ പറ്റില്ലല്ലോ, ഉപയോഗിക്കുന്നവരങ്ങനെ പുറത്ത് പറയത്തില്ലല്ലോ. ഇപ്പം ഷൈന് പറയുന്നുണ്ടല്ലോ ഒരുപാട് നടന്മാർ ലഹരി ഉപയോഗിക്കുന്നതും. ആരൊക്കെയായിരിക്കും അത്? സിനിമയിലുള്ള പ്രമുഖ നടിമാരും തന്നെയാണ് ഉപയോഗിക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്നവരാണ്. ഇപ്പം ഒരുപാട് നടിമാർ പരാതിയായിട്ട് മുന്നോട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്നവരെ ഇനിയും സിനിമയിൽ അഭിനയിപ്പിക്കുന്നതിനോട് യോജിപ്പുണ്ടോ? ഇല്ല. അപ്പം സ്ത്രീ സുരക്ഷ അവിടെ ഒരു ചോദ്യചിഹ്നമാകുന്നത് കൊണ്ടാണോ അഭിനയിപ്പിക്കുന്നത്? കാരണം ഇങ്ങനെയുള്ളവർ അവരുടെ ഓരോ ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരോട് നടന്മാരിങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും സ്ത്രീകൾക്കൊക്കെ അതൊരു ഇതല്ലേ, അവരുടെ അഭിമാനത്തിനും അതിനൊക്കെ ഒരു ഇതല്ലേ, അഭിനയിപ്പിക്കേണ്ട എന്ന് തന്നെയാണ്. പക്ഷെ അതിൽ ചില നടന്മാർ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. പക്ഷെ നമ്മളതിൽ ലഹരി കൊണ്ടുവരാൻ പാടില്ല. ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഷൈന് പറഞ്ഞിരിക്കുകയാണ്. ഷൈനിൻ്റെ ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ടോ ഇപ്പം സിനിമാ മേഖലയിൽ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും? ഇല്ല. പിന്നെ വെറും ഒരു ആരോപണം മാത്രമാണോ ഷൈന് പറയുന്നത്? ഇപ്പം ഷൈനിപ്പം വിൻസി അലോഷ്യസ് ആണ് ഷൈനിനെതിരെ പരാതി കൊടുത്തത്. അപ്പോൾ ഒരുപാട് നടിമാർ ഇങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോൾ ലഹരി ഉപയോഗിക്കുന്നവർ ഇനിയും സിനിമയിൽ അഭിനയിപ്പിക്കുന്നതിനോട് യോജിപ്പുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ യോജിപ്പില്ലെന്ന് പറഞ്ഞല്ലോ? എന്തുകൊണ്ടാ? താൻ മാത്രമല്ല, സിനിമയിലെ പല പ്രമുഖരും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഷൈന് പറയുന്നത്. ഷൈനിൻ്റെ ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, ഉറപ്പായിട്ടും യോജിക്കുന്നില്ല. അപ്പം പലരും ലഹരി ഉപയോഗിക്കുന്നവരായിരിക്കില്ല. ഇല്ല,
ഇപ്പം ഒരുപാട് നായിക നടന്മാർക്കെതിരെ പരാതിയായിട്ട് മുന്നോട്ട് വരുന്നുണ്ടല്ലോ. അതും പലരും ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത്. അപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്നവരെ ഇനി സിനിമയിൽ അഭിനയിപ്പിക്കുന്നതിനോട് യോജിപ്പുണ്ടോ? അങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവരെ അഭിനയിക്കുന്നത് ഞാൻ യോജിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഉള്ളൊരു മുന്നോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. മാത്രമല്ല സിനിമയിൽ ഒരുപാട് പേര് ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷൈനിൻ്റെ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. അത് നിനക്ക് എന്താ തോന്നുന്നു? നമ്മുടെ മലയാള സിനിമയിലുള്ളവരെല്ലാവരും ലഹരി ഉപയോഗിക്കുന്നവരാണ്? അല്ല. അപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്നവരെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ? അവരവരെ ഇഷ്ടങ്ങൾ. സിനിമയിലെ പല പ്രമുഖരും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നാ പറഞ്ഞു. അപ്പോൾ ഷൈനിൻ്റെ ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? അല്ല, സിനിമാ മേഖലയിലെ പലരും ഷൈൻ പറയുന്നത് പോലെ ലഹരി ഉപയോഗിക്കുന്നവരായിരിക്കും. അല്ല, ആ ഇൻസിഡന്റിനെ പറ്റി കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. ഇപ്പം പല നടന്മാർക്കെതിരെ ലൈംഗിക അതിക്രമ പരാതി ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട്. അതും ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മലയാള സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നവരെ ഇനി അഭിനയിപ്പിക്കണമെന്ന് ഒരു യോജിപ്പുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം അതൊരു നല്ല കാര്യമല്ല. അത് ഈ സിനിമ നടനാണെങ്കിലും ഈ ലഹരി ഒരു ചീത്ത കാര്യമല്ലേ. അപ്പം ബാക്കി ഈ നടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും കൂടെ ഒരു ഇതല്ലേ, അത് ചെയ്താലും നല്ലതായിരിക്കും എന്നുള്ളൊരു മെസ്സേജ്. ചെയ്താൽ നല്ല നടനായിട്ട് അത് ചെയ്യുന്നത് നല്ലതല്ല. പുള്ളിക്കാരെ ഇപ്പം എല്ലാവരും പൊതുവെ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഒരുപാട് പ്രമുഖ നടന്മാരടക്കം ലഹരി ഉപയോഗിക്കുന്നവരാണ് മലയാള ഇൻഡസ്ട്രിയിൽ പൊതുവെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരുന്നവർ കേട്ടിട്ടുണ്ട്. അപ്പം അമ്മ സംഘടനയ്ക്കകത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. കാണുമായിരിക്കും, ചിലപ്പോൾ കാണുമ്പം വെറുതെ ഒരാളങ്ങനെ പറയത്തില്ലല്ലോ. ചാക്കോ ചിലപ്പം ഇപ്പം എന്തോ പോലീസ് വന്നപ്പോൾ ഏതോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി എന്നൊക്കെ പറയാം. എന്തെങ്കിലും ഇല്ലാതെ ഒരാൾ ഇറങ്ങി ഓടില്ലല്ലോ. അങ്ങനെ അപ്പം എന്തെങ്കിലുമൊക്കെ കാണും. ഇപ്പം ഒരുപാട് നായിക നടിമാർ പല നടന്മാർക്കെതിരെയും പരാതിയായിട്ട് രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്നവരെ ഇനിയും സിനിമയിൽ അഭിനയിപ്പിക്കുന്നതിനോട് യോജിക്കുന്നില്ല. അവരെയൊക്കെ മാറ്റി നിർത്തണം. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അവർക്ക് പ്രോത്സാഹനം നൽകുന്നവരെയൊക്കെ മാക്സിമം അവരെയും കണ്ടുപിടിച്ചിട്ട് ഇവർക്ക് എവിടെ നിന്നാണ് ഈ ലഹരി എത്തുന്നത് അവരെ അതും കണ്ടെത്തണം. ഇപ്പം നാടിന് മൊത്തത്തിൽ ഇപ്പം കൂടുതലായിട്ട് ഇപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം സ്കൂളിലൊക്കെ ആണെങ്കിലും കൊച്ചു പിള്ളേർ വരെ യൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തലവന്മാരെല്ലാം നമ്മൾ പോകണം. അപ്പം ഇപ്പോൾ ഈ സിനിമാ ഫീൽഡിൽ അവരെ നമുക്ക് വഴികാട്ടി തരേണ്ട ടീംസാണ് ഈ സിനിമ ഫീൽഡിലുള്ളവർ. അപ്പോൾ അവരും കൂടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാടിന് തന്നെ ആപത്താണ്. അപ്പോൾ അവരെ പ്രൊമോട്ട് ചെയ്ത് മാക്സിമം അവർക്ക് നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ ആയാലും ഇപ്പോൾ ഞാൻ അതിൽ കണ്ടെന്തെന്ന് വെച്ചാൽ ഈ സംവിധായകന്മാർക്ക് എന്തോ ബുക്ക് പോലത്തെ എന്തോ സംഭവം വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ലോക്കർ പോലെ എന്തോ വെച്ചിട്ട് ഷൂട്ടിനിടയിൽ അത് ഏത് ഇതാണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ജസ്റ്റ് കേട്ടായിരുന്നു. അപ്പം എല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആർക്കും അഭിനയിക്കാം, അതായത് മിക്കുള്ളവർക്കും അഭിനയിക്കാൻ പറ്റിയ ഡയറക്ടേഴ്സും എല്ലാവരും ആർക്കും എന്താണ് ഈ ഇൻഡസ്ട്രിയിൽ മിക്കുള്ളവർക്കും അഭിനയിക്കാനും എഴുതാനും ഒന്നിനും പറ്റത്തില്ല. അത് ലൈക്ക് നോയ്സൻസ് ആവരുത്. മറ്റുള്ളവർക്ക് ഉപയോഗിക്കണോ വേണ്ടെന്നുള്ളത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അവർക്കുള്ളതാണ്. അത് പബ്ലിക് നോയ്സൻസ് ആകുമ്പോഴാണ് മറ്റുള്ളവർക്ക് പ്രശ്നമാകും. ഇപ്പോൾ ഒരുപാട് നടന്മാർക്കെതിരെ പരാതി കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്നവരെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കുന്നതിനോട് ഇപ്പം ഒരുപാട് നടിമാർ പരാതി കൊടുക്കുന്നുണ്ടല്ലോ നടന്മാർക്കെതിരെ. അപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്നവരെ ഇനിയും സിനിമയിൽ അഭിനയിപ്പിക്കുന്നതിനോട് യോജിപ്പുണ്ടോ? ഇല്ല, വേണ്ട. അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലേ നമുക്കൊരു സന്ദേശവും നൽകുന്നില്ലല്ലോ. ഇല്ല, അത് തന്നെ. അതുകൊണ്ട് അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇത് അപകടമാണ്, ഹാനികരമാണ്. അങ്ങനെ ഉപയോഗിക്കുന്നവർ സിനിമയിൽ അഭിനയിക്കുന്നത് തന്നെയാണോ അഭിപ്രായം? അതിനോട് യോജിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയിൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും. പിന്നെ അഭിനയിക്കുന്നവർ അത് ഓരോരുത്തരായിട്ട് എടുക്കുന്നില്ല, അവർ തിരഞ്ഞെടുത്ത്. അപ്പം ഈ എടുക്കുന്നവർക്ക് അറിയായിരിക്കുമല്ലോ എങ്ങനെയുള്ള ആൾക്കാരാണ്, അതെല്ലാം നോക്കിയിട്ടല്ലേ അവർ എടുക്കുള്ളൂ. ലഹരി അത് പറയാൻ പറ്റില്ല. ലഹരിയുടെ കാര്യം നമുക്കന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ ഈ വാർത്ത ഇതെല്ലാം അറിയുന്നതല്ല. ചേച്ചിയുടെ അഭിപ്രായത്തിൽ ഈ ലഹരി ഉപയോഗിക്കുന്ന ലഹരി കുറ്റകരമാണ്. മനസ്സിലായി കുറ്റകരമാണ് ഇതെല്ലാം. മലയാള സിനിമയിൽ എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നവരായിരിക്കുമോ? എല്ലാവരും ആയിരിക്കില്ല, എന്നാലും കുറച്ച് പേരെ ഉപയോഗിക്കുന്നവർ. ഒരുപാട് നായിക നടിമാർ പരാതി കൊടുക്കുന്നുണ്ടല്ലോ. അതിൽ പലരും ലഹരി ഉപയോഗിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് നമ്മുടെ മലയാള സിനിമയിൽ ഇനിയും ലഹരി ഉപയോഗിക്കുന്നവരെ അഭിനയിപ്പിക്കണോ? വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് ചേച്ചി? പിന്നെ നല്ല ആൾക്കാരുണ്ടല്ലോ, പിന്നെ അതിനോട് യോജിക്കുന്നില്ല. ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് ദോഷമാണ്.
ദോഷമാണ്. അപ്പോൾ നമ്മൾ മലയാള സിനിമയിൽ ഷൈൻ പറയുന്നവരോട് ലഹരി ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും. ഉണ്ടായിരിക്കും. അതിപ്പോൾ ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലും കാണുമല്ലോ ഇങ്ങനെയുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ എല്ലാ മേഖലയിൽ നിന്ന് ഇങ്ങനെയുള്ളവരെ നിൽക്കേണ്ടി വരുമല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മേ ബി നമ്മുടെ സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കുമെന്ന്. ആരൊക്കെയായിരിക്കും എന്ന് പറയാമോ? യെസ്, അത് ഓരോ കണ്ട അങ്ങനെ ഒരുപാട് പേർക്ക് ഇതിനിപ്പോൾ പരാതി വരുന്നുണ്ടല്ലോ. അതിലേതെങ്കിലും ജെനുവനായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ വിചാരിച്ച് ഷൈൻ ടോം ചാക്കോ ഒരു സ്വഭാവമായിരിക്കും അങ്ങനെ കാണിക്കുന്നത്. അല്ല, ഇപ്പം ഇയാൾ കഞ്ചാവാണ്, ഈ നടൻ കഞ്ചാവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേർക്കെതിരെ ഞാൻ അങ്ങനെ ഒരാളുടെ പേര് പറയാൻ ഷൈനിൻ്റെ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? പലരും ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അപ്പം ഒരുപാട് നടിമാർ ഇപ്പോൾ പരാതി കൊടുക്കുന്നുണ്ടല്ലോ നടന്മാർക്കെതിരെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മലയാള സിനിമയിൽ ഇനിയും ലഹരി ഉപയോഗിക്കുന്നവരെ അഭിനയിപ്പിക്കണോ? ഞാൻ ചോദിച്ചാൽ ഞങ്ങൾക്ക് തീരുമാനം പറയാൻ പറ്റുമോ? ഇപ്പോൾ എന്താണ് പേഴ്സണൽ ഒപ്പീനിയൻ എന്താണ്? ഇപ്പോൾ കാരണം സിനിമ കണ്ടിട്ട് ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ആകും. അഭിനയിപ്പിക്കുന്നതെന്നാണ് താല്പര്യം. പലരും മൂവി കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആകുന്ന ഒരുപാട് പേരില്ലേ. അപ്പോൾ ആ ഒരു സാഹചര്യം മൂവി കണ്ട് ഇൻഫ്ലുവൻസ് ആവുകയാണെങ്കിൽ എല്ലാം നിർത്തേണ്ടി വരും. ശരിയല്ലേ? അങ്ങനെ മൂവി മൊത്തമായിട്ട് നിർത്തേണ്ടി വരും. അങ്ങനെ ചെറിയൊരു കാര്യം കണ്ട് ഇൻഫ്ലുവൻസ് ആയി എല്ലാവരും ഓരോ തെറ്റിങ്ങനെ പോവുകയാണെങ്കിൽ മൂവി മൊത്തമായിട്ട് നിർത്തേണ്ടി വരും. ഇപ്പോൾ ഒരുപാട് പേർക്കെതിരെ ആരോപണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഉണ്ടായിരിക്കും ലഹരി ഉപയോഗിക്കുന്നവർ. ഉണ്ടായിരിക്കും. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ പറഞ്ഞല്ലോ, അവൻ മെത്താഫിറ്റമിനും കഞ്ചാവും ഉപയോഗിക്കേണ്ടെന്നാണ് പറഞ്ഞത്. ബാക്കി ഇത് തന്നെ എനിക്കറിയുള്ളൂ. ഈ ടി വിയിൽ മാധ്യമങ്ങളിൽ കാണാൻ എനിക്കറിയുള്ളൂ. ഒരുപാട് നായിക നടിമാർ നടന്മാർക്കെതിരെ പരാതി കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം ഈ ലഹരി ഉപയോഗിക്കുന്നവരെ ഇനി സിനിമയിൽ അഭിനയിക്കുന്നതിനോട് യോജിപ്പുണ്ടോ? അതൊക്കെ അവരുടെ തീരുമാനങ്ങളനുസരിച്ചിരിക്കും. ഇപ്പോൾ പേഴ്സണൽ ഒപ്പീനിയൻ എന്താ? ഇപ്പോൾ അവരെ അഭിനയിപ്പിക്കണോ? അതിപ്പോൾ എന്താ പറയുക, അഭിനയത്തിൻ്റെ രീതിയിൽ കാണും. ജീവിതം അവരുടെ ഇഷ്ടമല്ലേ. എങ്ങനെയാന്ന് വെച്ചാൽ അവരെങ്ങനെ ആയിക്കോട്ടെ. പറയാൻ പറ്റില്ല. എല്ലാവരും ഈ പുറത്ത് കാണിക്കുന്ന പോലെ ആയിരിക്കണം റിയൽ ലൈഫിൽ. ഇപ്പോൾ ഒരുപാട് നായിക നടിമാർ നടന്മാർക്കെതിരെ പരാതി കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ലഹരി ഉപയോഗിക്കുന്നവരെ ഇനി സിനിമയിൽ അഭിനയിപ്പിക്കണോ? അത് അഭിനയിക്കണമെന്നുള്ള ഇപ്പം നമ്മൾ പറഞ്ഞാലും ഇപ്പം അവരുടെ ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാലും എന്തരാണ് ഈ സിനിമ ഒരു ഫീൽഡ് ഇൻഡസ്ട്രിയിൽ നടക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ പറയും എന്താണ് ലഹരി ഉപയോഗിക്കുന്നവരെ അഭിനയിക്കേണ്ടെന്ന് പറഞ്ഞാലും അത് പിന്നെയും തന്നെ അവർ തന്നെ വീണ്ടും അഭിനയിക്കുക. അങ്ങനെ ഇതിൻ്റെ അഭിപ്രായത്തിനൊക്കെ അഭിനയിപ്പിക്കുന്നതിനോ നിനക്കൊരു യോജിപ്പുണ്ടോ? എനിക്കങ്ങനെ വിയോജിപ്പുണ്ടോയെന്ന് വെച്ചാലുണ്ട്. പക്ഷേ വിയോജിപ്പുണ്ട്. ഒരു ന്യൂട്രൽ അഭിപ്രായമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഉള്ളത്. എന്തുകൊണ്ടാണ് വിയോജിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ പറയുന്നത് നമ്മൾ എന്തുവാണ് കൊച്ചുകുട്ടികളൊക്കെ വളർന്ന് എന്തുവാണ് അവരുടെയൊക്കെ ഒരു റോൾ മോഡൽ ഈ പറഞ്ഞ ചില ആക്ടേഴ്സൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം അവരെ കണ്ടായിരിക്കില്ല വളർന്നു വരുന്നത്. അപ്പം എന്തുവാണ് ഞാനും അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. എനിക്കും ഇതുപോലെ അവരുടെ ക്യാരക്ടേഴ്സ് കാണുമ്പോഴത്തേക്ക് എനിക്കും അങ്ങനെ ആണോ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ഈ ലഹരി ഉപയോഗം അങ്ങനെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ബേസിക്കലി കുട്ടികളും അതിലോട്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതിലോട്ട് വഴിമാറി പോകാൻ സാധിക്കും. അതുകൊണ്ടാണ്. താങ്ക്സ്.